ദൂദ്സാഗർ ട്രെക്കിംഗ് തുടങ്ങിയാണ്. ഇതാണ് നമ്മുടെ ഗ്യാങ് ഗ്രൂപ്പ്. കുലിയമല നിന്ന് ഒരു 1.5 കിലോമീറ്റർ അവരുടെ ദൂദ്സാഗർ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ആ ദൂദ്സാഗർ പാർക്കിംഗ് എത്തണം. പാർക്കിങ്ങിൽ നമ്മൾ ഈ ഗ്രൂപ്പിനെ ജോയിൻ ചെയ്യണം. അന്ന് റെയിൽവേ ട്രാക്കിലൂടെ നടത്തണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ കുലയിമിലെത്തണം. കുലയിമിൽ നിന്ന് 1.5 കിലോമീറ്റർ ബൈക്കിലോ സ്കൂട്ടിയിലോ വന്നിട്ട് അവരുടെ എൻട്രൻസ് ഉണ്ട്, അതിൽ പോകണം. അതിന് ശേഷം കുറച്ചൊന്ന് ഞാൻ നടത്താൻ തുടങ്ങുകയാണ്. റെയിൽവേ ട്രാക്കിലൂടെ കുറച്ച് പോയതിന് ശേഷം പിന്നെ അവർ ഇതാക്കും. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. മൊത്തം 10 കിലോമീറ്റേഴ്സ് അങ്ങോട്ടും 10 കിലോമീറ്റേഴ്സ് റിട്ടേണുമാണ്. അപ്പം നമ്മൾ ഇതിലൂടെ നടന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വരും, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഗാർഡ് ഉണ്ടാവും. അപ്പോൾ അവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ അതിന് 100 രൂപ കൊടുക്കണം. അത് റിട്ടേൺ ആയിട്ട് അവർ പ്ലാസ്റ്റിക് ബോട്ടിൽ തിരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 100 രൂപ റിട്ടേൺ ചെയ്യും. അത് എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്, ഫോറസ്റ്റിനെ സേവ് ചെയ്യാൻ. ഇവിടെ ഫോറസ്റ്റിൻ്റെ അവിടെ സൈൻ ചെയ്യണം. നമ്മുടെ മൊബൈൽ നമ്പറും സൈൻ ഇടണം. പിന്നെ അതിന് ശേഷം തിരിച്ചു വരുമ്പോഴും സൈൻ ഇടണം. അപ്പോൾ നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിലൂടെ നടന്നിട്ട് വീണ്ടും ട്രാക്ക് എത്തി. ഇത് ഏത് റൂട്ടാണ് പോകുന്നൊരു പിടുത്തമില്ല. എന്നാലും കിടിലൻ തന്നെയാണ്. ഏറ്റവും ലോങ്ങസ്റ്റ് ട്രക്കിങ്, അല്ലെങ്കിൽ ഏറ്റവും ദൂരമുള്ള ഒരു ട്രക്കിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. 12 കിലോമീറ്റർ അങ്ങോട്ടും 12 കിലോമീറ്റർ ഇങ്ങോട്ടും, 24 കിലോമീറ്റർ. പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 കിലോമീറ്ററാണ് റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്നത്. പിന്നീട് ഫോറസ്റ്റിലേക്ക് കടക്കും. മൊത്തം കാടാണെന്നൊക്കെയാണ്. അപ്പം നമ്മൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ പരിചയപ്പെട്ട്, പലവരും സോഫ്റ്റ്വെയർ എഞ്ചിനീയറും കോളേജിലും പഠിക്കുന്നതാണ്. അപ്പോൾ യാത്ര തുടങ്ങിയാണ്. ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞതാണ്. ഇപ്പം നമ്മുടെ റെയിൽവേ ട്രാക്കിലെ യാത്ര കഴിഞ്ഞു. ഇപ്പം 4 കിലോമീറ്റർ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി കാടിലൂടെയുള്ള ഒരു ട്രക്കിങ്ങാണ്. ആളുകൾ പോകുന്നു. ഇവിടുന്ന് ഇനി താഴെ ഇറങ്ങിപ്പോണം. ഇനി കാട്ടിലൂടെയുള്ള യാത്രയാണ്. കാട്ടിലെ മനോഹരമായ യാത്ര. ഭഗവാൻ മഹാവീർ നാഷണൽ പാർക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇവിടെയാണ് 9 to 5:30. ഇപ്പോൾ കുറച്ച് തുറസായ സ്ഥലത്ത് എത്തിയിട്ടുണ്ടാണ്. കണ്ട ഈ റോഡെന്ന് പറയുന്നത് ശരിക്കും ട്രക്കിംഗ് റോഡല്ല. ഇത് ജീപ്പ് സഫാരി പോകുന്ന റോഡാണ്. ജീപ്പ് ഉണ്ട്, പക്ഷേ ഇപ്പം ജീപ്പ് അതിന് തുടങ്ങിയിട്ടില്ല. കാരണം ചില സ്ഥലത്തൂടെ പുഴ ഒഴുകുന്നുണ്ട്. അതാണ് ഇത്രയും വലിയ ഇത്. അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല. നമ്മൾ കാട് വഴിയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. ചെറിയൊരു അമ്പലം, ഹനുമാനാണോ അറിയില്ല, എന്താണെന്ന് ഹിന്ദിയിൽ എഴുതിയത്. പിന്നെ ഫോറസ്റ്റ് ഫയർസ് ആർ ദ ബിഗ്ഗസ്റ്റ് എനിമി ഓഫ് വൈൽഡ് ലൈഫ്, ഭഗവാൻ മഹാവീർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആൻഡ് മൊലയും നാഷണൽ പാർക്ക്. അതുകൊണ്ട് തീപ്പെട്ടിയും സിഗരറ്റും ഒന്നും കൊണ്ടുവരുതെന്നാണ് വേണ്ടത്. ഇത് വഴി നോക്കി കിട്ടില്ല അല്ലേ? കിട്ടില്ല തന്നെ.
അടിപൊളി. നിറച്ചും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ. ടഫായിട്ടുള്ളതാണെന്ന് തോന്നുന്നു ട്രക്കിങ്. കാരണം മരമൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ഒരു മരം മുറിച്ചിട്ടിന് ഇത് ക്രോസ് ചെയ്ത് പോകണം. നമ്മളിവിടെ കുറച്ച് നേരം വിശ്രമിക്കുകയാണ്. ഇവിടുന്ന് റെയിൻ കോട്ടൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങണം. ഭയങ്കര മഴയാണ്. നമുക്ക് ഇത് ഇവിടുന്ന് വെള്ളം റിഫ്രഷ് ആവുന്ന സ്ഥലമാണ്. എവിടെയാണ് പോകേണ്ടത്? ഇനി 3 കിലോമീറ്റർ ഉള്ളതെന്നാണ് പറയുന്നത്. ഈ മല കയറിപ്പോയി ആ വെള്ളച്ചാട്ടം കാണാം. നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. നല്ല മഴ പെയ്ത് എല്ലാവരും കണ്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. മൊത്തം ചെളിയാണ് മഴ പെയ്തിട്ട്. ഇതൊരു ചെറിയൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. കുറച്ച് ട്രക്കിങ് തുടങ്ങി. ഇങ്ങനെ കയറണം. മുകളിൽ വരെ കയറിപ്പോ. ഇതിലൂടെ കടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇനിയും കുറച്ച് മുകളിൽ കയറി പോകണം. ഇനി കുറച്ചുകൂടി നടക്കാനുണ്ട്. കുന്നിൻ്റെ ട്രക്കിങ് ഇതിലൂടെയാണ് വന്നത്. നല്ല പാറക്കൂട്ടങ്ങൾ. ഇതാണ് ദൂദ്സാഗറിനെ കുറിച്ചുള്ള വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരിക. പിന്നെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ.